സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് വിജി തമ്പി. പഴയ തിരുവനന്തപുരത്തെ സിനിമാ നടികളെ കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തനായിരുന്നു. അവൻ ഇപ്പോൾ വയസ്സൊക്കെ ആയി. അവൻ ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇപ്പോൾ എന്തൊക്കെയോ പടച്ചു വിടുകയാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. അപ്പോൾ യമ ഒരു പിമ്പാണ്. കാരണം അതുകൊണ്ടാണല്ല ഒരു സിനിമാ നടിയെ മതം മാറ്റാൻ വേണ്ടി 100 കോടി രൂപ ഓഫർ ചെയ്തു. ആരാണ്? ഏത് മതത്തിലോട്ടാണ്? ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടി 100 കോടി പിന്നെ ഓഫർ വന്നു. അത് ആരടുത്ത്? എവന്റെ അടുത്ത് തന്നെ വന്നു. ഈ ചെറ്റ അവനെ കണ്ട ഒരു കാട്ടുപൂച്ചയെ പോലെയാണ് ഇരിക്കുന്നത്. താടിയും മുടിയൊക്കെ അങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ്. ഒന്ന് മനുഷ്യന്മാരാകുമ്പോ കുറച്ചൊന്ന് ആ താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഒരു മനുഷ്യന്റെ കോലത്തിൽ ഇരിക്കണ്ടേ? അപ്പോ ഇങ്ങനെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയാൻ വേണ്ടിയാണ് ഇവ ഇങ്ങനെ വന്ന് ചാനലിൽ വന്നിരിക്കുന്നത്. പറയാണ് 100 കോടി രൂപ. ആരെയാണ്? മഞ്ജു വാര്യറ. അപ്പൊ ഇവരെയൊക്കെ മതം മാറ്റിയിട്ട് എന്താണ് ഇസ്ലാമിന് കിട്ടുന്നത് എന്നും കൂടെ ഒന്ന് ഇവൻ പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമാ നടികളെയൊക്കെ ഇസ്ലാമിൽ ആകർഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവരുടെ സെലിബ്രിറ്റികളുടെ ഇതുകൊണ്ട് ആളുള്ള ഇസ്ലാമിൽ വരുമെന്ന. അതായത് ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് സിനിമാ അഭിനയം എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് സിനിമാ നടികൾ. അപ്പോൾ അങ്ങനെ ഉള്ള ഈ വെറുക്കപ്പെടുന്ന ഇസ്ലാമില് നിഷിദ്ധമായ സംഗതി ചെയ്യുന്നവരെ ഇസ്ലാമിൽ ആകർഷിക്കാൻ വേണ്ടി, ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി 100 കോടി ഓഫർ ചെയ്തു എന്ന് പറഞ്ഞ ഈ പറയുന്ന ഈ വിജി തമ്പി, നിനക്ക് നീ 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 യഥാർത്ഥത്തിൽ തന്തയ്ക്ക് പറഞ്ഞവനാണ് നീ? അതായത് കാര്യകാരണ സഹിതം പറഞ്ഞു. അതായത് തന്തയ്ക്ക് പറഞ്ഞവൻ ഒരാളെ തന്തയ്ക്ക് വിളിക്കാവും. ഈ ആളുകളെ കാണുന്നവരെയൊക്കെ അച്ഛാന്ന് വിളിച്ചോണ്ട് നടക്കരുത്. കാരണം നീ പറയണ അന്തസ്സോടെ അഭിമാനത്തോടെ നീ പറയണം, ഇന്നയാള് പിന്നെ മഞ്ജു വാര്യർക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തു ഇസ്ലാം മതത്തിലോട്ട് വന്ന ആ മഹാനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പറഞ്ഞത് മാധവിക്കുട്ടിക്ക് 20 കോടി രൂപ കൊടുത്തു. കാരണം ആ മഹതി മരിച്ചുപോയി. ആ മക്കളെങ്കിലും ഇവന്റെ പേരിൽ കേസ് കൊടുക്കണം. കാരണം അവരെ ആക്ഷേപിക്കണവൻ ഇവൻ അങ്ങനെ ആക്ഷേപിക്കാൻ കൊള്ളാം. അതായത് മലയാളത്തിലെ നല്ല ഒരു സാഹിത്യകാരിയായിരുന്നു. ജനം അംഗീകരിച്ച ഒരു സാഹിത്യകാരിയാണ്. അവർക്ക് ഇഷ്ടമുള്ള, അവർ വിദ്യാഭ്യാസവും വിവരമുള്ള, ഇവനെ പോലെ നാറിത്തരമല്ല, ഇവനെ പോലെ പിമ്പായിട്ട് നടന്നവരല്ല. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അതിന് നിനക്കെന്ത്? നിന്നെ പോലുള്ള ചെറ്റകൾ വരാതിരുന്നാ മതി. കാരണം ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ നീ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. വിജയ് തമ്പിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം. ലോകത്തിൽ ആരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ? എല്ലാം സെലിബ്രിറ്റികളാണ്. അതായത് മുഹമ്മദ് അലി ലോക ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു, ഇസ്ലാം മതം സ്വീകരിച്ച്. ആരെങ്കിലും പൈസ കൊടുത്തിട്ടാ? അതുപോലെ മൈക്ക് ടൈസൺ ലോക ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു. പൈസ കൊടുത്തിട്ടാ? അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാര്, ശാസ്ത്രജ്ഞന്മാര്, ഡോക്ടർമാര് എല്ലാം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്തിനാണ്? ആരെങ്കിലും പൈസ കൊടുത്തിട്ടാ? പിന്നെ വേറൊരു കാര്യം കൂടെ നീ മനസ്സിലാക്കുക. അതായത് നീ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിവരമില്ല. ചാണകം തിന്നും, അതായത് പശുവിന്റെ മൃഗത്തിന്റെ മൂത്രം കുടിച്ചും ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിയും പിന്നെ വിവേകവും എല്ലാം നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള നഷ്ടപ്പെട്ടവനോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ ആദ്യമായി ചന്ദ്രനിലെ കാല് കുത്തി ആരാണെന്ന് അറിയാമോ നിനക്ക്? അത് നീ മനസ്സിലാക്കുക. ആദ്യമായി ലോകത്തിൽ ചന്ദ്രനിൽ കാല് കുത്തിയ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അത് നീ മനസ്സിലാക്കുക. അപ്പൊ അതിന് ആരാണ് പിന്നെ ഓഫർ ചെയ്തത്? എത്ര കോടിയാണ് ഓഫർ ചെയ്തത്? അപ്പൊ അതെല്ലാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് വേണം, അതായത് ശാസ്ത്രജ്ഞന്മാര്, നല്ല ഡോക്ടർമാര്, ഇന്റലക്ച്വൽസ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതിന് നീ കരഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം എന്തുകൊണ്ട് അവർക്ക് മെച്ചമാണെന്ന് തോന്നുന്നു. ഉള്ള മതങ്ങളിൽ വെച്ച് ഇഷ്ടം അവർക്ക്, അല്ലെങ്കിൽ അതിനോട് താല്പര്യം തോന്നുന്നുണ്ട് സ്വീകരിക്കുന്നത്. മതമെന്ന് പറയുന്ന ഓരോരുത്തരുടെ സ്വകാര്യമായ ആവശ്യങ്ങളാണ്. രാഷ്ട്രീയം പോലെ തന്നെയാണ്. രാഷ്ട്രീയം ഇഷ്ടമുള്ള രാഷ്ട്രീയത്തെ വിശ്വസിക്കാം. കാരണം നീ വിശ്വസിക്കുന്ന BJP RSS എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ് RSS എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ സംഘപരിവാർ ശക്തിയിൽപ്പെട്ട ഒരു സംഘടനയാണ് VHP, വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത്. ശ്രീരാം സേന എന്ന് പറഞ്ഞു വരും, ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞു പറയും, പിന്നെ വേറെ എന്തൊക്കെയോ വാനരസേന എന്ന് പറഞ്ഞു വരും. അപ്പൊ എല്ലാ തെമ്മാടിത്തരവും എല്ലാ ഭീകര പ്രവൃത്തികളും ചെയ്യുന്നത് അവർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഇവൻ പറയുന്നത്, അതായത് എല്ലാ ഇസ്ലാം മത വിശ്വാസികളും ഭീകരന്മാരല്ല, തീവ്രവാദികളല്ല. പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പൊ പറയുന്ന തെണ്ടിത്തരം.
ഇവന് വല്ല വിവരമുണ്ട്? ഇവൻ തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്നതിനല്ലേ? ഇവന് വിദ്യാഭ്യാസം ഉണ്ടാ വിവരം ഉണ്ടാകുന്ന എനിക്കറിയില്ല. എന്തായാലും പണ്ടവന് സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്നു പറഞ്ഞാൽ ഈ സിനിമാ നടികളെ കൂട്ടിക്കൊടുപ്പായിരുന്നു അവന് ജോലി. അപ്പൊ അങ്ങനെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത് അന്ന് അവൻ പ്രസിദ്ധനും കുപ്രസിദ്ധനും ഒക്കെ ആയിരുന്നു. ഇപ്പോ അവന്റെ പ്രസിദ്ധിയും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ ചൊറിഞ്ഞാൽ കിട്ടും. കാര്യം സംഘികളും ക്രിസംഘികളും ഇത് വാർത്തയാക്കും. അപ്പൊ ഇതിന് കുറെ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഷായൻസ്കറിയ പോലെയുള്ള തണ്ടികളും പിന്നെ കുറെ അല്ലാത്ത മാധ്യമ മുതലാളിമാരും ഉണ്ട്. ഈ ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി ഏത് ചെറ്റത്തരത്തിനും അവർ കൂട്ടുനിൽക്കും. അപ്പൊ ഇപ്പോൾ എന്ന് പറയുന്നത് സംഘികളും ക്രിസംഘികളും ആവശ്യം പോലെ പൈസ കിട്ടുന്നുണ്ട് അവർക്ക്. അതായത് സംഘപരിവാറുകാരിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുണ്ട്. അപ്പൊ അവര് എത്ര രൂപ വേണമെങ്കിലും ഈ ചാനലുകാർക്ക് കൊടുക്കും. ഇസ്ലാമിനെതിരെ നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിനെ വിമർശിക്കുന്നു അതിനനുസരിച്ച് ഇത് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് മനസ്സിലാക്കാനുള്ളത്. ഈ ഇസ്ലാം വളരുന്നത് നിങ്ങളുടെ ഈ ആക്ഷേപവും അപമാനവും നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ്. അവർ ആക്ഷേപിക്കുന്നു, അവരെ അവമാനിക്കുന്നു. അപ്പൊ ആളുകൾ വിചാരിക്കും എന്തോ ഇതിലുണ്ടല്ലോ. അപ്പൊ ആരെയാണ് അവർ ഭയക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കും. ഇസ്ലാമിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതം വിശ്വാസിയാകും. അല്ലാതെ വേറൊന്നുമല്ല. സ്വന്തം ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ ആളുകൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുള്ളൂ. അപ്പൊ മതത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ അവനവന്റെ അവകാശമാണ്. എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കുകയും കൂടെ ചെയ്യും. അതാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. നിനക്ക് നിന്റെ മതം, അവർക്ക് അവരുടെ മതം. നിന്റെ വിശ്വാസം അനുസരിച്ച് നിനക്ക് ജീവിക്കാം, അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് മതസഹിഷ്ണുത എന്ന് പറയുന്നത്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ സംഘപരിവാറുകാരെ പോലെയല്ല. അതായത് സംഘപരിവാർ ഘോഷയാത്ര നടത്തുമ്പോൾ അവിടെ കാണുന്ന ബാക്കിയുള്ള സമുദായങ്ങളുടെ ആരാധനകളെ മുണ്ടിട്ട് മൂടുക, തുണി കൊണ്ട് പൊതിയുക എന്നുള്ള രീതിയല്ല. അതുപോലെ ബാക്കിയുള്ള സമുദായങ്ങളെ ചർച്ചയായാലും പള്ളിയായിരുന്നാലും അവിടെ പോയി ജയ് ശ്രീറാം എന്നും പറഞ്ഞ് ഈ കാവിക്കുടി കുത്തുന്നതല്ല ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതും കൂടെ നീ മനസ്സിലാക്കണം. അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കിയാലേ നിനക്ക് ഇസ്ലാമിനെ മനസ്സിലാവുള്ളൂ. ഇസ്ലാം എന്താണ് പറയുന്നത്, ഇസ്ലാം എന്താണ്, ലോകത്ത് മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, ലോകം എങ്ങനെ അവസാനിക്കും എന്നെല്ലാം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഖുർആനില്. ഖുർആൻ എന്ന് പറയുന്നതും ബൈബിൾ എന്ന് പറയുന്നതും തോറ, യഹൂദന്മാരുടെ തോറ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? ദൈവിക ഗ്രന്ഥങ്ങളാണ്. അത് നീ മനസ്സിലാക്കണം. അതിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കണം എന്താണെന്ന്. എങ്കിലേ മനസ്സിലാവുള്ളൂ. അമ്മയെ, അതായത് സ്വന്തം മാതാവിനെ എങ്ങനെ ബഹുമാനിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം, ലോകത്തുള്ള ബാക്കിയുള്ള സഹോദരങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, അതൊക്കെ വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സിനിമാ നടിക്ക് 100 കോടി കൊടുത്തിട്ട് ഇസ്ലാം മതം ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചാൽ 100 കോടി വാഗ്ദാനം ചെയ്തെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും? കാര്യം സിനിമാ ഫീൽഡ് തന്നെ ഇസ്ലാമിനെതിരാണ്. അന്യ പുരുഷന്മാരുമായിട്ട് കൂട്ടിക്കലരുന്നു, അവരുമായി കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നു. ഇതെന്താണ്? ഇസ്ലാം നിരോധിച്ചതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സിനിമാ നടിയെ തന്നെ കൊണ്ടുവരുന്നത്? അല്ലാതെ ഒരാൾ പറഞ്ഞാൽ എന്തെങ്കിലും അപ്പൊ 100 കോടിയൊക്കെ കൊടുക്കുന്നത് ഏത് ഈ പണച്ചാക്കാണ്? അതും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നെ. അപ്പൊ എങ്കിലല്ലേ ആണായിട്ട് ജനിച്ചാൽ ആണായിട്ട് ജീവിക്കണം, ആണായിട്ട് മരിക്കണം. അല്ലാതെ ആണും പെണ്ണും കെട്ട ഈ വിഡ്ഢിവേഷം കെട്ടി ഈ നപുംസകമായിട്ട് നടക്കരുത് എന്നാണ് വിജി തമ്പിയോട് എനിക്ക് പറയാനുള്ളത്. ഞാനും തിരുവനന്തപുരത്തുകാരൻ തന്നെ. അപ്പൊ നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. അപ്പൊ നീ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതായത് നാട്ടില് കലാപം ഉണ്ടാക്കാനും മതവിദ്വേഷം പടർത്താനും, അതായത് വെള്ളാപ്പള്ളിയെ പോലെ വിഷം ചീറ്റാനും, ഈ സമുദായങ്ങളെ തന്നെ തമ്മിൽ ഭിന്നിപ്പിക്കാനും സ്നേഹിതന്മാരെ തമ്മിൽ അകറ്റാനുമുള്ള പരിപാടിയല്ല മനുഷ്യർ ചെയ്യേണ്ടത്. മനുഷ്യർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശത്രുക്കളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ ശത്രുത പറഞ്ഞു തീർത്ത് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് ചെയ്യുന്നത്. നമ്മൾ ഹിന്ദുക്കളായിരുന്നാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സഹകരിച്ച് ഒന്നിച്ച് ആഹാരം കഴിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള നിന്നെ പോലെ ഉള്ള ഒരു ചെറ്റ് എങ്ങനെ ഇതുപോലെ ആയി എന്നുള്ള അതാണ്, വേറൊന്നുമല്ല. നീ ആയ കാരണം എന്ന് പറയുന്നത് നീ സംഘപരിവാറുകാരനായാൽ, നീ ഈ മൃഗങ്ങളുടെ കാഷ്ടവും
മൂത്രവും നീ ഭക്ഷിച്ചു തുടങ്ങിയാൽ നീ അല്ലാതാവും. മനുഷ്യനല്ലാതാവും. അതുകൊണ്ടാണ് സമൂഹത്തില് കുത്തിത്തിരിപ്പുണ്ടാക്കി, സമൂഹത്തില് മനസ്പർദ്ധ വളർത്തി, ഈ വിഭാഗീയത സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഈ പരിപാടി. നീ വയസ്സായില്ലേ, എപ്പോഴും വിളിച്ചാലും നമ്മൾ തിരിച്ചു പോകണ്ടേ? മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം തിരിച്ചു പോകണം. കൊണ്ടുവന്ന് നീ കണ്ടിട്ടില്ലേ? ഓരോരുത്തരും മരണ വീടുകളിൽ നീ പോയിട്ടില്ലേ? ആളുകൾ വന്ന് തൊഴുത് നിൽക്കുന്നതും, ചിലർ കൊണ്ടുവന്ന് ചിതയിൽ വെക്കുന്നതും, ചിലർ കൊണ്ടുവന്ന് പള്ളിയിൽ അടക്കുന്നതും, ചിലർ കൊണ്ട് സെമിത്തേരിയിൽ അടക്കുന്നതും ഒക്കെ നീ കണ്ടിട്ടില്ലേ? അപ്പൊ എല്ലാം ഇട്ടേച്ച് നമ്മൾ പോകണ്ടേ? അപ്പോ നമ്മളെപ്പറ്റി മനുഷ്യര് നല്ലത് പറയണമെന്ന് ആഗ്രഹമില്ലേ നിനക്ക്? മരിക്കുമ്പോഴെങ്കിലും നിനക്ക് മക്കളുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി അന്വേഷിച്ചതിന്റെ കാര്യമൊന്നും നമുക്കില്ല. അപ്പൊ ആ മക്കൾക്ക് എന്റെ അച്ഛൻ നല്ല മനുഷ്യനായി എന്ന് പറയണ്ടേ? സമൂഹത്തിൽ അവർക്കൊരു മാന്യത കിട്ടണ്ടേ, ഒരു ബഹുമാനം കിട്ടണ്ടേ? ഇന്നാരുടെ മക്കളാണ് എന്ന് പറയണമെങ്കിൽ നീ അന്തസ്സോടെ, അഭിമാനത്തോടെ, അതായത് ജനങ്ങളെ തന്നെ ഭിന്നിപ്പിക്കാനല്ല, ജനങ്ങളെ തമ്മിൽ സ്നേഹിച്ച്, അതായത് അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞൊതുക്കി സഹകരിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ആണത്വവും അന്തസ്സും എന്ന് പറയുന്നത്. അതിന് അന്തസ്സുള്ള കുടുംബത്തിൽ ജനിക്കണം. കുടുംബം മാത്രം പോരാ, അന്തസ്സുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. എങ്കിലേ അത് ചെയ്യാനുള്ള കഴിവുണ്ടാവും, എങ്കിലേ മനസ്സുണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി ഇനിയും നിനക്ക് സമയമുണ്ട്. ചെയ്ത തെറ്റുകൾ മനുഷ്യ സമൂഹത്തോട് നിനക്ക് ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ പറയാം. ഞാൻ അറിവില്ലാതെ ഞാൻ പലതും പറഞ്ഞുപോയി, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ പൊറുക്കണം, ഞാൻ അങ്ങനെയുള്ള മനുഷ്യനല്ല എന്ന് പറഞ്ഞാലേ നീ മനുഷ്യനാവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മനുഷ്യര് ഒത്തൊരുമിച്ച് നല്ലതുപോലെ നമ്മുടെ വീട്, കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം എന്നൊക്കെ പറയുന്നത് പല രീതിയിലുള്ള മതവിഭാഗങ്ങളും പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് പോയാലേ ഒരു രാഷ്ട്രം പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ നീയൊക്കെ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഈ വർഗീയ വിദ്വേഷം പരത്തി നിങ്ങൾ താൽക്കാലിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. എല്ലാവരും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും കഴിഞ്ഞു പോകാനുള്ള ആഗ്രഹം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.